നെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്ക് ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അതിൽ ഉപദേഷ്ടാക്കന്മാരുടെ 10 ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ദുരുപദേശം എങ്ങനെയാണ് മനുഷ്യരെ തെറ്റിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞു. തീർച്ചയായും നിങ്ങളത് കാണാത്തവരത് ആ എപ്പിസോഡ് പോയി കാണണം. ഇനി 20 തൊട്ടുള്ള വാക്യങ്ങളെ ഞാൻ വായിക്കാം. 20 തൊട്ട് 27 വരെയാണ് അതോടെ ഈ ലേഖനം എൻഡ് ചെയ്യും. ഇതിലെ 20ാമത്തെ വാക്യം, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ തലക്കീഴെ ചതച്ച് കളയും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് ഇരിക്കട്ടെ. സാത്താനെ നിങ്ങളുടെ കീഴെ ചതച്ച് കളയും. സൂൺ, വേഗത്തിൽ. ഇത് വലിയൊരു പ്രോമിസാണ് കേട്ടോ. നിങ്ങൾക്കും എനിക്ക് തന്നിരിക്കുന്ന വലിയൊരു പ്രോമിസാണ്. യു ആർ ഗോയിങ് ടു സീ വിക്ടറി ഓവർ സൈറ്റൻ സൂൺ. ഇവിടെ സഹസ്രാബ്ദത്തിൻ്റെ അന്ത്യത്തിൽ പിശാചിനെ കൊണ്ടുവരുന്ന പരാജയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന എന്ന് പറഞ്ഞ് ഒരു പഠിപ്പിക്കലുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് വി ആർ വിക്ടോറിയസ് നൗ ഇറ്റ് സെൽഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയും. നിങ്ങളുടെ കാൽക്കീഴെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പൗലോസിൻ്റെ കാൽക്കീഴല്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാത്താനെ ചവിട്ടി താഴ്ത്താൻ അല്ലെങ്കിൽ ചതച്ച് കളയാൻ, ഈ ചതയ്ക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ്, കാലങ്ങോട്ട് വെച്ച് അങ്ങോട്ട് തിരുമി അങ്ങനെ അങ്ങ് ചതച്ച് കളയാനുള്ള അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുക. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് പ്രയോഗിക്കുക. വിശ്വാസത്തോടെ നിങ്ങൾ ഈ വാക്യം ഒന്ന് ഏറ്റു പറയണമെന്ന് ഞാൻ പറയുന്നത്. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയും. സാത്താൻ്റെ മേലുണ്ടാകുന്ന അന്തിമ വിജയമായിരിക്കാം അത് ആ പറയുന്നത്. ഉൽപ്പത്തി 3:15 കർത്താവിൻ്റെ കാര്യം പറയുന്നത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അതിൻ്റെ ഒരു കാര്യമായിരിക്കാം, ഒരു എക്കോ ആയിരിക്കും അവിടെ കാണുന്നത്. എന്നാൽ ഇന്ന് അതേ ശക്തി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സാത്താനിലുള്ള ഈ ശത്രുവിൻ്റെ മേലുള്ള പൂർണ്ണ വിജയവും ആ ശത്രുവിൻ്റെ പൂർണ്ണമായിട്ട് അവനെ ചവിട്ടി താഴ്ത്തുന്ന കാര്യവും നമ്മൾ കാണുകയാണ്. കാൽവറി ക്രൂശിൽ അവനെ ഡിസാമം ചെയ്തു, അവൻ്റെ ശക്തി മുഴുവൻ അവിടെ ക്ഷയിച്ചു പോയി കാൽവറി ക്രൂശിൽ. ഇന്ന് നിങ്ങൾക്കും എനിക്കും ആ ശക്തി തന്നിരിക്കുകയാണ് എന്ന് നമ്മൾ മറന്നുപോയത്. ഇനിയും കുറച്ച് പേരുടെ പേരും കൂടി ഇതിലെ കാണുന്നുണ്ട്. പൗലോസിൻ്റെ സ്നേഹിതന്മാരുടെ അഭിവാദനങ്ങളാണ്. ഇത് കോരിന്തിലുള്ളവരാണ്, കോരിന്തിൽ വെച്ചാണല്ലോ ഇത് എഴുതുന്നത്. അന്നേരം അവരിലുള്ള പൗലോസിൻ്റെ സ്നേഹിതന്മാരിൽ ഉള്ള കാര്യങ്ങളാണ്. 21-ാം വാക്യത്തിലെ കൂട്ടുവേലക്കാരനായ തിമോഥെയോസ്, മിഷണറി യാത്രയിലെ പൗലോസിന് കൂടെ ഉണ്ടായിരുന്ന തിമോഥെയോസ്, തൻ്റെ മിഷണറി യാത്രകളിലെ കൂട്ടുവേലക്കാരനായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 16 കാണാം ഈ തിമോഥെയോസ്. ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ തിമോഥെയോസിനെ കുറിച്ച് പറയുന്നില്ല. എൻ്റെ ചാർച്ചക്കാരനായ ലൂക്കോസ്, യാസോൻ, സോസിപത്രോസ് എൻ്റെ ചാർച്ചക്കാരാണ്. ഈ ലൂക്കോസ് അപ്പോസ്തലപ്രവൃത്തി 13:1 കാണുന്ന കുറേനക്കാരനായ ലൂക്കോസ് ആണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ കുറേനക്കാരനായ പൗലോസിൻ്റെ ചാർച്ചക്കാരന് ആയത് എങ്ങനെയെന്ന് ചിലപ്പോഴേ നമ്മൾ ചിന്തിക്കും. അങ്ങനെ അതല്ല, ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ രചയിതാവായ ലൂക്കോസ് പൗലോസിനൂടെ ഉണ്ടായിരുന്നു. അതായിരിക്കാമെന്ന് ചിലർ പറയുന്നു. എന്തായാലും ലൂക്കോസ് ഉണ്ടായിരുന്നു. ചാർച്ചക്കാരനായ യാസോനും സോസിപത്രോസും ഉണ്ടായിരുന്നു. യാസോന് തെസ്സലോനിക്കയിൽ പൗലോസിന് ആതിഥ്യം നൽകിയവനാണ്. അതോട് ചേർന്ന് ജനക്കൂട്ടത്തിൽ വെച്ച് മർദ്ദനമേറ്റിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 17:5 മുതൽ 9 വരെ. സോസിപത്രോസ് എന്ന് പറയുന്ന ആള് അപ്പോസ്തലപ്രവൃത്തി 20:4 കാണുന്ന ബെരോവക്കാരൻ പുറോസിൻ്റെ മകൻ സോസിപത്രോസ് ആയിരിക്കാം എന്ന് പറയുന്നു. 22 ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്നയാൾ കർത്താവിൽ വന്ദനം ചെയ്തു. പൗലോസ് അല്ലേ എന്നേരം ഈ ലേഖനം എഴുതിയത്. പൗലോസ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, തെർത്തോസ് ആയിരുന്നു ചുരുളിൽ എഴുതിക്കൊണ്ടിരുന്നത്.
അതിൽ തെർത്തോസ് ഒരു വിശ്വാസിയായിരിക്കും, അല്ലെങ്കിൽ ഇത് ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് തെർത്തോസിനെയും വന്ദനം ചെല്ലുന്നു എന്ന് കാണുന്നു. പിന്നെ അടുത്തത് 23-ാം വാക്യത്തിലെ എനിക്ക് സർവ്വസഭയ്ക്കും അതിസൽക്കാരം നൽകുന്ന ഗയോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഗയോസ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലായിരുന്നു പൗലോസ് താമസിച്ചിരുന്നത്. ഈ ഗയോസിനെയാണ് 3 യോഹന്നാൻ 1 കാണുന്ന ആളാണോ എന്നൊരു സംശയമുണ്ട് എന്ന് പറയുന്നു. ഗായോസ് പട്ടണത്തിലെ ഭണ്ഡാര വിചാരനായ എരസ്തോസ് കോരിന്ത് പട്ടണത്തിലെ ട്രഷററായിരുന്നു എന്നാണ് പറയുന്നത്. പൊതുമാരാവത്തിൻ്റെ വകുപ്പിൻ്റെ കമ്മീഷണറായ എരസ്തോസ് എന്ന് ആലോകനം ചെയ്ത ഒരു മാർബിൾ കല്ല് പിന്നീട് അവിടെ എക്സ്കവേഷനിൽ നിന്ന് കണ്ടെത്തി അദ്ദേഹത്തിന് ബഹുമാനം നൽകി ഒരു മനുഷ്യനായിരുന്നു എന്നും പറയപ്പെടുന്നു. സഹോദരനായ കൊർത്തോസ് ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. കൊർത്തോസ് എന്ന് മാത്രമേ അറിയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും അയാളെക്കുറിച്ച് പറയുന്നില്ല. പിന്നീട് ഇത്രയും പേരാണ് അവിടെ വന്ന് തീരുന്നത്. പിന്നീട് 24 തൊട്ടുള്ള വാക്യങ്ങൾ സ്തോത്രാർപ്പണമായിട്ട് പറയുന്ന ഭാഗങ്ങളാണ്. 24 മുതൽ 26 വരെ ഇതിൽ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരിക്കുന്നുണ്ട്, ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തുകൊണ്ട് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഒരു സ്തോത്ര അർപ്പണത്തോടുകൂടി ഇത് എൻഡ് ചെയ്യാണ്. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നത് എന്താണ്? കൃപയാലുള്ള സുവിശേഷം ഇപ്പോൾ വെളിപ്പെട്ടത്, അതിപ്പോഴാണ് വെളിപ്പെട്ടു വന്നത്. എന്നാൽ അത് താഴെ എഴുതിയിട്ടുണ്ട്, സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകൾ അറിയിച്ചിരുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാട്. ഇത് പ്രവാചകന്മാർ മുഖാന്തരം നേരത്തെ പറഞ്ഞിരുന്നു, എന്നാൽ അത് ക്ലിയറായിട്ട് വെളിപ്പെട്ടു വന്നില്ല. ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ആ കാലത്തിൽ മാത്രമാണ് അത് വെളിപ്പെട്ടു വന്നത്. അത് പൗലോസിൽ കൂടിയാണ് വെളിപ്പെട്ടതെന്ന് പൗലോസ് തന്നെ പറയുന്നു. അതെന്താണ്? യേശുക്രിസ്തുവിൽ കുറിച്ചുള്ള മർമ്മം എന്ന് വെച്ചാൽ ജാതികളും യഹൂദന്മാരും ഒരേ പാനപാത്രത്തിൻ്റെ അവകാശിയാണ്, ഒരേ രക്ഷയുടെ അവകാശിയാണ് എന്നും ഉള്ള വലിയ വെളിപ്പെടുത്തൽ. ഇതാണ് സ്ഥിരപ്പെടുത്തുന്ന സുവിശേഷം. ആ വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായിട്ട് ആ സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല, അത് നിലനിർത്തുകയും ചെയ്യുവാനായിട്ട് പൗലോസിനെ ദൈവം സഹായിച്ചു. ആ ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം എന്ന് പറഞ്ഞ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു സ്തോത്രാർപ്പണമായിട്ട് പറയുന്ന ഒരു ഭാഗമാണ്. 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്, കൺക്ലൂഡ് ചെയ്യുന്നത്, കൃപയുടെ സുവിശേഷം പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നു, എന്നാൽ അത് പ്രവാചകന്മാരുടെ എഴുത്തുകളിലുണ്ടായിരുന്നു. അത് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായിട്ട് ആ മർമ്മം ഇപ്പോഴേ വെളിപ്പെട്ടു. അതിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗം, യേശുക്രിസ്തുവിനുള്ള രക്ഷ അതെല്ലാവർക്കും ഉള്ളതാണ് എന്ന്, അത് ജാതികൾക്കും ഉള്ളതാണ് എന്നുള്ള വെളിപ്പാട് അതിപ്പോഴും വന്നു. അത് സ്ഥിരപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പൗലോസ് എൻഡ് ചെയ്യാണ്. നമ്മളെ ഈ റോമർക്ക് എഴുതിയ ലേഖനം ഇതോടെ എൻഡ് ചെയ്യാണ്. നിങ്ങളിത് ആദ്യം മുതൽ ഇത് ശ്രദ്ധിച്ച ചില ആളുകളെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ചില ആളുകൾ ഇടയ്ക്ക് അതിൽ കയറി അതിൽ വന്നിരുന്നു. എന്നാൽ ഇത് ഏതെങ്കിലും ഭാഗങ്ങൾ ഇത് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വീണ്ടും അപേക്ഷിക്കുകയാണ്, ആദ്യം മുതൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇത് വലിയൊരു പഠനമാണ്. നമ്മൾ ഏകദേശം 100 എപ്പിസോഡോളം ആണ് എടുത്തുകൊണ്ടാണ് ഇത് തീർത്തത്. എന്നാൽ അത്രയും സമയം ഇതിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഇത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞാനിത് ഈ യൂട്യൂബിൽ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ച 5 കാര്യങ്ങൾ, ഇത് ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളാണ്. സിൻ, സാൽവേഷൻ, സെപ്പറേഷൻ, സോവർണിറ്റി ആൻഡ് സർവീസ്. ഈ 5 കാര്യങ്ങൾ നമ്മളിതിൽ പഠിച്ചു. കണ്ടംനേഷൻ, ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഡിസ്പെൻസേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് നീഡ് ഓഫ് സാൽവേഷൻ, വേ ഓഫ് സാൽവേഷൻ, ലൈഫ് ഓഫ് സാൽവേഷൻ, സ്കോപ്പ് ഓഫ് സാൽവേഷൻ, സർവീസ് ഓഫ് സാൽവേഷൻ. ഇത് വേറെ ഒരു ലേഖനങ്ങളിലും ഇത്രയും ആയിട്ട് എഴുതിയിട്ടില്ല.
ഇത് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാൽ വെളിപ്പെട്ട് തന്നെങ്കിൽ ഇത് പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും, only through faith we are redeemed by Christ. കർത്താവിലുള്ള വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രവൃത്തികളൊന്നും കാരണമല്ല. ഇത് യഹൂദനത് തഴഞ്ഞു കളഞ്ഞതുകൊണ്ട്, യഹൂദനത് എടുക്കാതിരുന്നുകൊണ്ട് അത് ജാതികളിലേക്ക് വന്നു എന്ന് നമ്മൾ കണ്ടു. ജാതികൾ കൂടി ജാതികൾ ഒരു ആദ്യം തന്നെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നു, കർത്താവിൻ്റെ സഭയുടെ ഭാഗമായി തീർന്നു. എന്നാൽ യഹൂദനെ വീണ്ടെടുപ്പ് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ, യഹൂദൻ്റെ വീണ്ടെടുപ്പ് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ, പൗലോസ് പറഞ്ഞതുപോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഈ ശുശ്രൂഷ നമുക്ക് കൂടുതലായിട്ട് ഈ ദിവസങ്ങളിൽ അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് വിനിയോഗിക്കപ്പെടാം എന്നുള്ളൊരു ചിന്തയാണ് ഇതിൽ നിന്ന്, ഈ ലേഖനത്തിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് എന്നെ കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും ഈ പാപത്തിൻ്റെ അവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ഫണ്ടമെൻ്റലായിട്ടുള്ള ടീച്ചിങ്ങിൽ നിങ്ങൾ പോവുകയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ നാശയോഗ്യരായിത്തീരും. ഒരിക്കലും നമ്മൾ കോപപാത്രങ്ങളായിരുന്നു, എന്നാൽ ദൈവം കരുണ കാണിച്ചുകൊണ്ട് നമ്മളിപ്പോൾ കരുണാപാത്രങ്ങളാണ്. നമ്മൾ ഒരുപടി മുമ്പിലാണ്, യഹൂദനൊക്കെ ഒരുപടി മുമ്പിലാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായിരുന്നു യഹൂദൻ. അതിൽ നിന്ന് ഒരുപടി മുമ്പിലായിട്ട് ഈ സുവിശേഷം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഒരുപടി മുമ്പിലായത്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ റിവാർഡ്സ് എല്ലാം വരുന്നതേ ഉള്ളൂ. എന്താണ് വരുന്നത്? 1000 ആണ്ട് വാഴ്ചയിൽ യഹൂദനെ രാജാവായിട്ട് കർത്താവായിരിക്കുന്ന സമയത്തെ അതിലും ഉള്ള ഹൈ പൊസിഷനിലെ നിങ്ങളെയും എന്നെയും ദൈവം തിരഞ്ഞെടുക്കുവാനായിട്ട് ദൈവത്തിന് കരുണ തോന്നി. അവിടെയൊക്കെ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ നമ്മുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ വലിയ സ്വർഗീയമായിട്ടുള്ള പൗരത്വത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചെങ്കിലേ അതെത്ര ദൈവത്തിൻ്റെ കരുണയാണ്, അത് നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവരെ, കർത്താവിനെ അറിഞ്ഞവരെ തങ്ങളുടെ സൽപ്രവർത്തികളാൽ, തന്നിൽ കൂടി വരുന്ന സൽപ്രവർത്തികളാൽ അനേകരെ കർത്താവിലേക്ക് നേടാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെയാണ് അപ്ലിഫ്റ്റ്മെൻറ്റ്, ഷെയറിങ്, കൺസേൺ, റിസോഴ്സ് ഷെയറിങ്, ടൈം സ്പെൻഡിങ് എല്ലാം വരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഉയർപ്പിന് വേണ്ടിയുള്ള വിശ്വാസമാണ്. ക്രിസ്തീയ വിശ്വാസം വെറുതെ ഒരു സിമ്പിളായിട്ടൊരു ഫെയ്ത്ത് ആണെങ്കിലും അതിന് വലിയൊരു കോസ്റ്റ് കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആ കോസ്റ്റ് ഇന്ന് നമ്മൾ കൊടുക്കുമ്പോഴേ അതനുസരിച്ച് ക്രിസ്തുവിനോടുകൂടി അനുരൂപരായിത്തീരും, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നവരായിത്തീരും. ഇത് നമ്മുടെ എല്ലാ ഡാർക്ക് പാച്ചസും, നമ്മുടെ ജീവിതത്തിലുള്ള ഡാർക്ക് ഇമേജസ്, നമ്മുടെ മിഥ്യാബോധങ്ങൾ എല്ലാം ഇത് മാറ്റിക്കളഞ്ഞിട്ട് ഓരോ പടി കർത്താവിലേക്ക് വരും. അതുകൊണ്ട് റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, അവനൊരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. ഇന്ന് പലപ്പോഴും ലജ്ജയുടെ അവസ്ഥകൾ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ ആ കർത്താവിനെ നോക്കേണ്ടതുപോലെ നോക്കാത്തതുകൊണ്ടാണ്, കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയാത്തതുകൊണ്ടാണ്. ഇന്നും പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്, പല ട്രഡീഷൻസിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്, പല തെറ്റായിട്ടുള്ള പഠിപ്പിക്കലിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്, പലതായിട്ടുള്ള എക്സ്പീരിയൻസിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവവചനം പറയുന്ന കർത്താവിലേക്ക് നോക്കൂ, അവർ പ്രകാശിതരാകും. അവരുടെ ജീവിതത്തിലെ ജഡീയമായിട്ടുള്ള പാപത്തിൻ്റെ പങ്കിലമായിട്ടുള്ള ഈ ശരീരത്തിലെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിറയുമ്പോഴേ ആ ഇരുട്ടിൻ്റെ എല്ലാ അവസ്ഥകളും മാറി കർത്താവിൽ നമ്മളെ മോർ ദാൻ കോൺഗ്രസ് നമ്മൾ വിജയാളിയായിരിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും ജീവിതത്തിലെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഇന്ന് നിരാശയുടെ ഘട്ടത്തിലെ, പ്രയാസത്തിൻ്റെ ഘട്ടത്തിലെ, രോഗത്തിൻ്റെ ഘട്ടത്തിലെ എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. രോഗത്തിൻ്റെ ഘട്ടത്തിലെ, പൈശാചിക ബന്ധനത്തിലെ, അഡിക്ഷൻ്റെ കീഴിലെ ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് മതിയായവനാണ്. അവൻ കരുണാപാത്രമായിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മതിയായിട്ടുള്ളവനാണ്. നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുമോ? അത്രേ കർത്താവ് ചോദിക്കുന്നുള്ളൂ. പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കുമോ? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞാണ്, ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓഫറിങ് ഷുഡ് ബി ഡൈഡ്, ചുട്ട് സമർപ്പിക്കുന്നവരായിരിക്കണം. കർത്താവിന് പ്രസാദമായിട്ടുള്ള യാഗം അതാണ്. നമ്മുടെ ശരീരങ്ങളെ ജീവൻ്റെ ഓഫറിങ് ആയിട്ട് കർത്താവിന് സമർപ്പിക്കണം. ജഡത്തെ നമ്മൾ ചുട്ട് സമർപ്പിക്കണം. ഇതെല്ലാം ഈ റോമർക്ക് ലേഖനത്തിൽ നിന്നാണ്. നിങ്ങളിതിടയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ കാണാം ഈ മെസ്സേജസ് സേവ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് റോമർക്ക് എഴുതിയ ലേഖനം
ആ 8-ാം അധ്യായം വരെ ഉള്ള ഭാഗങ്ങൾ നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് കാണുകയും ധ്യാനിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ വന്നു ചേരും എന്ന് നമ്മൾ മറന്നുപോകും. ഇത് വലിയ ജീവിതത്തിൽ വലിയ എക്സ്പീരിയൻസാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഇതിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. കർത്താവെ, അനേകം എപ്പിസോഡ്, ഏകദേശം 100ഓളം എപ്പിസോഡായിട്ട് ഇത് പല സമയങ്ങളിലായിട്ട് കർത്താവെ ഇത് ഓരോ ഭവനത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഇത് സിസ്റ്റത്തിൽ തന്നെ ഉണ്ടല്ലോ കർത്താവെ. ഇതിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഞങ്ങളുടെ വിടുതലിനായിട്ട് കർത്താവെ, ഞങ്ങളുടെ ഉന്നമനത്തിനായിട്ട്, ഞങ്ങളുടെ പ്രോഗ്രസ്സിനായിട്ട് കർത്താവിൽ ഞങ്ങൾ ഐകമത്യപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായിക്കൊണ്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് 1 degree of glory to other കർത്താവിനെ പോലെ അനുരൂപരായിത്തീരുന്നതിന് ഇത് കാരണമാക്കി തീർക്കണമേ. അതിൽ കൂടുതലൊന്നും നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ലല്ലോ. അതിൽ കൂടി ഞങ്ങൾ കർത്താവിൽ കൂടി സകലതും ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ വീണ്ടും അത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവിൽ കൂടി സകലതും ഞങ്ങളെ കർത്താവെ അത് പ്രാപിച്ചെടുക്കാനായിട്ട് ഞങ്ങളുടെ കുറവാണ് കാരണം. അത് ഞങ്ങൾ റിയലൈസ് ചെയ്തെന്ന് പ്രാപിപ്പാനായിട്ട് ഈ ദിവസം കർത്താവെ സഹായിക്കണമേ. ഇത് കണ്ടുകൊണ്ട് ഇതിനോട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ എപ്പിസോഡ് ഇത്രയും കർത്താവെ ഫ്രൂട്ട്ഫുള്ളായിട്ട് കർത്താവെ വിനിയോഗിച്ച് കർത്താവ് ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കുവാനായിട്ട് നീ തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അടിയൻ്റെ കഴിവൊന്നുമല്ല കർത്താവെ, നീ ഇതിൻ്റെ വചനം തന്നതിനാലാണ്. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക. ഞങ്ങൾക്ക് ഒന്നും പ്രത്യേകിച്ച് കർത്താവെ പുകഴുവാനായിട്ടൊന്നുമില്ല. നിൻ്റെ വചനം കർത്താവ് എഴുതി തന്ന വചനം ഞങ്ങൾക്ക് തന്നതാണ്. അത് ഈ ദിവസങ്ങൾ ഞങ്ങളെ ബലപ്പെടുത്തുകയും കർത്താവെ ശക്തീകരിക്കുകയും ചെയ്ത് ഓർത്ത സ്തോത്രം. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുന്ന ഓർത്ത സ്തോത്രം. ഇനിയും പലരും ഇത് പല സമയങ്ങളിൽ കാണുന്നുണ്ട്. അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായിട്ട് ഇത് ആരെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നേരത്തെയുള്ള എപ്പിസോഡ് എടുത്ത് കാണണം. ഇനി നമ്മൾ പുതിയൊരു സബ്ജക്റ്റിലേക്കാണ് ഈ ദിവസങ്ങൾ വരുന്നത്. നിങ്ങൾ ഇത് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ വാട്സാപ്പിലൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് സ്റ്റാറ്റസായിട്ട് ഇട്ട് കൊടുത്താലേ കുഴപ്പമില്ല. അതുപോലെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതിൻ്റെ പ്രെയർ റിക്വസ്റ്റുകളിലൊക്കെ പല രീതിയിൽ ദൈവം ഉത്തരം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ അറിയിക്കണം. ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് അതിനകത്ത് ആ പ്രെയർ റിക്വസ്റ്റിനകത്ത് ആ വാട്സാപ്പിനകത്ത് നമ്പറിൽ നിങ്ങൾ വിളിക്കുകയോ നിങ്ങളുടെ റിക്വസ്റ്റുകൾ അയക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ ആ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറി പോസ്റ്റ് ചെയ്യാനും പറ്റും. ഇതെല്ലാം ഈ ഫ്യൂച്ചറിൽ പ്രയോജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി പുതിയൊരു എപ്പിസോഡാണ് നമ്മൾ തുടങ്ങുന്നത്. ക്രിസ്ത്യൻ ഫാമിലീസിനെ കുറിച്ച് ഉള്ള എപ്പിസോഡാണ് ഇനി തുടങ്ങുന്നത്. അത് ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. അത് നിങ്ങൾ കാതോർത്തിരിക്കുക. അത് നിങ്ങൾക്ക് പ്രയോജനമായി തീരും. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.